എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ പാരാമെഡിക്കൽ കോഴ്സസ് എന്നിങ്ങനെ അതുപോലെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്നിങ്ങനെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഏതെങ്കിലും കോളേജ് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജ് കോഴ്സുകളുടെ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിലോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ്റെ സ്ഥാനം റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഈ നവംബർ 30 വരെ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റാണ് അറിയേണ്ടത്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് കോളേജാണ് അറിയേണ്ടത്, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ആപ്ലിക്കേഷൻ ഫോർ റിക്കവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും അതുപോലെ തന്നെ ചലാൻ നമ്പറും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ രജിസ്ട്രേഷനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ, ആ ഒരു സമയത്ത് രജിസ്ട്രേഷനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും ചലാൻ നമ്പറും റിക്കവർ ചെയ്ത് കിട്ടുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥി ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, അതുപോലെ പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് നമ്പർ എന്നുള്ളടത്ത് ഈ ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്, അതുപോലെ ഏത് കോട്ടയിലാണ്, അതുപോലെ തന്നെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ തന്നെ ഏത് കോളേജിലാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥിക്ക് ഈ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റുകളിലേക്ക്, അതായത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലോ അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ അവസരം നവംബർ 30 വരെയാണ്. അപ്പോൾ ഇത്തവണ നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾ ഈ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണമെന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം, അതുപോലെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അതുപോലെ വേണമെങ്കിൽ മാത്രം ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ നൽകിയുള്ള ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുക. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. രജിസ്റ്റർ ഓപ്ഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജ്, അതായത് നിങ്ങൾ ഓൾറെഡി ഈ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും കോളേജുകൾ ഓൾറെഡി ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻസ് എത്രാമതായിട്ടാണ് നൽകിയിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് പുതുതായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അതിനെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. നിങ്ങൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷനുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ എങ്കിലും ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നൽകിയുള്ള ഓപ്ഷനുകൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ
ബാക്ക്ഗ്രൗണ്ടിൽ നൽകിയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറായിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ നൽകാത്ത ഓപ്ഷനുകളാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേണ്ട ഓപ്ഷനുകൾ നിങ്ങൾക്ക് ആ ഒരു ബോക്സിൽ ഓപ്ഷൻ നമ്പർ നൽകി നിങ്ങൾക്ക് സേവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനുകൾ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു കോഴ്സ് അതുപോലെ തന്നെ കോളേജിൻ്റെ ടൈപ്പ് ഏതാണ്, ഓപ്ഷൻ നമ്പർ എത്രയാണ്, കോളേജിൻ്റെ പേരെന്താണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രയൽ അലോട്ട്മെൻറ്റിന് മുൻപ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു നൽകിയിട്ടുള്ള ഓപ്ഷൻസിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാം. അതുപോലെ ഇതുവരെ ഓപ്ഷനുകൾ നൽകാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നവംബർ 30-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ ഓപ്ഷനുകൾ, ഇതുവരെ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനും അതുപോലെ തന്നെ ഓൾറെഡി ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നവംബർ 30-ാം തീയതി വരെയാണ് അവസരമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ചെയ്യേണ്ട, അതായത് ഓപ്ഷൻ്റെ ആ ഒരു ഓപ്ഷൻ ക്രമത്തിൽ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും വരുത്തണ്ട എന്നാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളതും പ്രത്യേകിച്ച് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും കോളേജ് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.